+1 റിവിഷൻ ക്ലാസ്സസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് +1 മൂന്നാമത്തെ ചാപ്റ്റർ. 10 മിനിറ്റ് സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് 10 കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. അറേഞ്ച് ഫോളോയിങ് എലമെൻറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ അയണൈസേഷൻ എൻതാൾപ്പി. തന്നിട്ടുള്ള എലമെൻറ്റ്സ് ഇതാണ്: ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇവരെല്ലാവരും സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ആണ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിനെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ലീബെ, ബി സി, നോഫ്നി. ഈ ഒരു കോഡ് ഉപയോഗിച്ച് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിനെ നമ്മൾ പഠിച്ചു വെക്കുന്നു. ഇനി നോക്കുന്നത് ഇവരെ കൃത്യമായിട്ട് ആ ഓർഡറിൽ തന്നെ എഴുതുന്നു: ലീബെ, ബി സി, നോഫ്നി. അതിൽ ബെറില്യവും നൈട്രജനും സ്പെഷ്യലാണ്. അവരെ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുള്ള രണ്ടാൾക്കാർ ഇവരാണ്, ബെറില്യവും നൈട്രജനും. ഇനി ആ ബെറില്യത്തെ ഒരു പൊസിഷൻ മുന്നോട്ടിടുക, അതായത് ബോറോണിനും കാർബണിനും ഇടയിലിടുക. നൈട്രജനെയും ഒരു പൊസിഷൻ മുന്നോട്ടിടുക, ഓക്സിജനും ഫ്ലൂറിനും ഇടയിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് അയണൈസേഷൻ എൻതാൾപ്പിയുടെ കറക്റ്റ് ഓർഡർ കിട്ടും: ലിഥിയം, ബോറോൺ, ബെറില്യം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ. സോ അയണൈസേഷൻ എൻതാൾപ്പി ഓർഡർ ഈസ് ലിഥിയം ലെസ് ദാൻ, ബോറോൺ ലെസ് ദാൻ, ബെറില്യം ലെസ് ദാൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇനി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബെറില്യത്തിനും നൈട്രജനും ഹയർ അയണൈസേഷൻ എൻതാൾപ്പി വരുന്നതെന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വൈ ബെറില്യം ഈസ് ഹാവിങ് ഹയർ അയണൈസേഷൻ എൻതാൾപ്പി ദാൻ ബോറോൺ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ബെറില്യത്തിൻ്റെയും ബോറോണിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നല്ല വൃത്തിക്ക് എഴുതുക എന്നുള്ളതാണ്. ബെറില്യം 1s2 2s2, ബോറോൺ 1s2 2s2 2p1. അവസാനത്തെ ഇലക്ട്രോൺ പോകുന്ന ഓർബിറ്റിൽ നോക്കാം. ബോറോണിന് പി ഇലക്ട്രോണാണുള്ളത്, എന്നാൽ ബെറില്യത്തിന് എസ് ഇലക്ട്രോണാണ്. അപ്പോൾ ഇവിടെ അവരുടെ അയണൈസേഷൻ എൻതാൾപ്പിയിലുള്ള ഡിഫറൻസ് വരാൻ കാരണം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് എസ് ഇലക്ട്രോൺ ഫ്രം ബെറില്യം ദാൻ പി ഇലക്ട്രോൺ ഫ്രം ബോറോൺ. നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എസ് ഇലക്ട്രോൺ ഈസ് മോർ. എസ് ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോണാണ്, അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ആ ഒരു എസ് ഇലക്ട്രോൺ ഉള്ളത് കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റിലാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ബെറില്യത്തിലുള്ള എസ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് എസ് ഇലക്ട്രോൺ ഫ്രം ബെറില്യം ദാൻ പി ഇലക്ട്രോൺ ഫ്രം ബോറോൺ. 2 പോയിൻറ്റ്സ് കൃത്യമായിട്ട് എഴുതുക. 1, പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എസ് ഇലക്ട്രോൺ ഈസ് മോർ. 2, റിമൂവിങ് ഇലക്ട്രോൺ ഫ്രം കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ ഈസ് ഡിഫിക്കൽട്ട്. അടുത്തത് നൈട്രജനിലേക്കാണ് പോകുന്നത്. നൈട്രജനും സ്പെഷ്യലായിട്ടുള്ള ആളാണ്. വൈ നൈട്രജൻ ഈസ് ഹാവിങ് ഹയർ അയണൈസേഷൻ എൻതാൾപ്പി ദാൻ ഓക്സിജൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ഈ ക്വസ്റ്റ്യനിലും ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ്. നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി 1s2 2s2 2p3. ഈ 2p3 ആണ് നൈട്രജൻ്റെ സ്പെഷ്യാലിറ്റി. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ പറ്റും. 6ൻ്റെ എക്സാക്ട് പകുതിയാണ് 3, അതായത് ഹാഫ് ഫീൽഡ് ഓർബിറ്റലാണ് ഇത്. ഹാഫ് ഫീൽഡ് ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് പി ഓർബിറ്റൽ. ഈ ഒരൊറ്റ പോയിൻ്റാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ വരിക. വൈ നൈട്രജൻ ഈസ് ഹാവിങ് ഹയർ അയണൈസേഷൻ എൻതാൾപ്പി ദാൻ ഓക്സിജൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിനുശേഷം ഒരൊറ്റ പോയിൻ്റ് മതിയാവും: ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് പി ഓർബിറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് എലമെൻറ്റ് ഈസ് ഹാവിങ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി. ഏതൊരു എലമെൻറ്റിനാണ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി ഉള്ളത്? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫ്ലൂറിനായിരുന്നു. ഫ്ലൂറിൻ വാസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി. പക്ഷേ കെമിസ്ട്രിയിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കണമെന്നില്ല, ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഫ്ലൂറിന് ഇവിടെ പ്രതീക്ഷിച്ച പോലെ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി ഇല്ല. കാരണം അതിൻ്റെ സ്മോൾ സൈസാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിൻ്റാണ് അത്, സ്മോൾ സൈസ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആഡ് 1 more ഇലക്ട്രോൺ ടു ഫ്ലൂറിൻ കമ്പയർഡ് ടു ക്ലോറിൻ. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉള്ളത് കാരണം ഈ ഒരു സ്മോൾ സൈസിലേക്ക് പുതിയൊരു ഇലക്ട്രോണിനെ കൂടി ആഡ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്മോൾ സൈസിലേക്ക് പുതിയൊരു ഇലക്ട്രോണിനെയും കൂടി ആഡ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഇമ്പോസിബിൾ എന്നുള്ള വേർഡല്ല യൂസ് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടായിരിക്കും. ക്ലോറിനേക്കാളും ഡിഫിക്കൽട്ടായിരിക്കും. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആഡ് 1 more ഇലക്ട്രോൺ കമ്പയർഡ് ടു ക്ലോറിൻ. അതുകൊണ്ടാണ് ഫ്ലൂറിനായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി ഉണ്ടാവുക ക്ലോറിനാണ്. ഈ ഒരു ഉത്തരത്തിൽ വേണ്ട ഒരേ ഒരു പോയിൻ്റ് സ്മോൾ സൈസ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. വൈ നോബിൾ ഗ്യാസസ് ആർ ഹാവിങ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി. നോബിൾ ഗ്യാസസിന് സ്റ്റേബിൾ ഒക്റ്ററ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആഡ് 1 more ഇലക്ട്രോൺ ടു ദി സ്റ്റേബിൾ ഒക്റ്ററ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓൾറെഡി അവർ സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യുന്നത് അവർ റെസിസ്റ്റ് ചെയ്യുന്നു.
നമുക്കങ്ങനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സപ്ലൈ ആൻ എനർജി, നമ്മൾ അങ്ങോട്ടേക്കൊരു എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ ആൻസർ ഇതാണ്. ടു ഡു ദാറ്റ് എനർജി ഹാസ് ടു ബി സപ്ലൈഡ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് ഹാവിങ് എ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡയഗണൽ റിലേഷൻഷിപ്പ്? ഇത് ഈ ചാപ്റ്ററിലും അതേപോലെ തന്നെ എസ് ബ്ലോക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പ് ആരൊക്കെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് നോക്കാം. ലിഥിയവും മഗ്നീഷ്യവും അതേപോലെ ബെറിലിയവും അലൂമിനിയവും. ഡയഗണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് മൊത്തം സിലബസിൽ ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ആരൊക്കെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ലിഥിയം വിത്ത് മഗ്നീഷ്യം ആൻഡ് ബെറിലിയം വിത്ത് അലൂമിനിയം. ഇനി അവർക്കുള്ള രണ്ട് കാരണങ്ങളും, ഒന്ന് സിമിലർ സൈസ്, രണ്ട് സിമിലർ ചാർജ് റേഡിയസ് റേഷ്യോ. ഡയഗണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ഇത് രണ്ടും മതിയാവും. വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഡയഗണൽ റിലേഷൻഷിപ്പ്? ലിഥിയം വിത്ത് മഗ്നീഷ്യം ആൻഡ് ബെറിലിയം വിത്ത് അലൂമിനിയം. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡയഗണൽ റിലേഷൻഷിപ്പ്? സിമിലർ സൈസ്, സിമിലർ ചാർജ് റേഡിയസ് റേഷ്യോ. ക്വസ്റ്റ്യൻ നമ്പർ 7. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അലൂമിനിയം ക്യാൻ ഫോം Al(F6)3-. ഇവിടെ അലൂമിനിയം 6 ബോണ്ട് ഉണ്ടാക്കുന്നു. പക്ഷേ അലൂമിനിയത്തിൻ്റെ അതേ ഗ്രൂപ്പിലുള്ള ബോറോൺ ക്യാൻ ഓൺലി ഫോം Bf4-. ഇവിടെ ബോറോൺ ഉണ്ടാക്കുന്ന ബോണ്ടിൻ്റെ എണ്ണം 4 ആണ്. എന്താണ് ഈ ഒരു വ്യത്യാസം വരാൻ കാരണം നോക്കാം. അലൂമിനിയവും ബോറോണും ഒരേ ഗ്രൂപ്പിലായിട്ടും എന്തുകൊണ്ട് അലൂമിനിയത്തിന് 6 ബോണ്ട് വരെ ഉണ്ടാക്കാൻ പറ്റുന്നു, പക്ഷേ ബോറോണിന് 4 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, Bf4-. റീസൺ ഇതാണ്. ബോറോൺ ഒരു സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എസ് ഓർബിറ്റലും അതേപോലെ തന്നെ പി ഓർബിറ്റലും മാത്രമേ ഉള്ളൂ. എസ് ഓർബിറ്റലും പി ഓർബിറ്റലും മാത്രമേ ഉള്ളൂ. എസ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ 1, പി ഓർബിറ്റൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഓർബിറ്റൽ. അപ്പോൾ ഈ 4 ബോണ്ടേ അതിന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ഇറ്റ് കനോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് കൊവാലൻസി ഗ്രേറ്റർ ദാൻ 4. 4ൽ കൂടുതൽ കൊവാലൻസി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ബോണ്ടിൻ്റെ എണ്ണം 4 ആണ്. എന്നാൽ അലൂമിനിയത്തെ സംബന്ധിച്ചിടത്തോളം ഡി ഓർബിറ്റൽ കൂടിയുള്ളത് കൊണ്ട് കൂടുതൽ ബോണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഇങ്ങനെ അനോമലസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടത് ഒരു അനോമലസ് പ്രോപ്പർട്ടിയാണ്. എല്ലാവരും 6 ബോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോറോണിന് 4 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതൊരു അനോമലസ് പ്രോപ്പർട്ടിയാണ്. അത്തരം അനോമലസ് പ്രോപ്പർട്ടീസ് എന്തുകൊണ്ട് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് കാണിക്കുന്നു? അതിനുള്ള 3 പോയിൻറ്റ്സ് ഇതാണ്. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഈ 3 പോയിൻറ്റ്സ് മാത്രം കൃത്യമായിട്ട് എഴുതിയാൽ മതിയാവും. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള 3 റീസൺസ്: സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഏതൊക്കെയാണ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് നോക്കാം. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. നിയോൺ നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് തൽക്കാലം ഈ ഡിസ്കഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിഫൈൻ അയണൈസേഷൻ എൻതാൾപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് നോക്കാം. അയണൈസേഷൻ എൻതാൾപ്പി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ, ആ വേർഡ് തന്നെയുണ്ട്, അത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ്. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ്. അപ്പോൾ ഈ 2 ഡെഫിനിഷനിലേക്കും ആദ്യം നമുക്ക് പഠിക്കാം. അയണൈസേഷൻ എൻതാൾപ്പിൻ്റെ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ. പക്ഷേ ഡെഫിനിഷൻ്റെ അവസാനം ഈ ഒരു ടേമും കൂടി ചേർക്കണം. എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഈ ഒരു സെൻറ്റൻസ് കൂടി ചേർത്താൽ മാത്രമേ ആ ഒരു ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതേപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പിയുടെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ എനർജി റിലീസ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ റിലേറ്റീവ് അബിലിറ്റിയാണ്. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണാണ്. അത് 2 ആറ്റത്തിന് ഒരേപോലെ അവകാശപ്പെട്ടതാണ്. പക്ഷേ ഏതെങ്കിലും ഒരാറ്റം ആ ബോണ്ടഡ് ഇലക്ട്രോണിനെ തന്നിലേക്ക് വലിക്കും. അങ്ങനെ വലിക്കാനുള്ള ആ ഒരു അബിലിറ്റി, കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഒരു മറ്റേതിനെ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു റിലേറ്റീവ് അബിലിറ്റി, അതിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ റിലേറ്റീവ് അബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോകുന്നതിന് മുമ്പ് സൈസും ഈ 3 ട്രെൻഡും തമ്മിലുള്ള റിലേഷൻ നോക്കാം. സൈസ് കൂടുമ്പോൾ ബാക്കി 3 കാര്യങ്ങളും കുറയും. അതേപോലെ നേരെ തിരിച്ചും. ചുരുക്കി പറഞ്ഞാൽ സൈസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അയണൈസേഷൻ എൻതാൾപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി, ഈ 3 ട്രെൻഡും. അപ്പോൾ സൈസിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയാവും. സൈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കാരണം ബാക്കി 3ഉം സൈസിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്.
സൈസിൻ്റെ ട്രെൻഡ് മാത്രം പഠിക്കുക. ബാക്കി 3ഉം സൈസിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. ആ 3 ഏതൊക്കെയാണെന്നാണ് ലിസ്റ്റ് ചെയ്തത്. അയണൈസേഷൻ എൻതാൾപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൾപ്പി. ഇവ 3ഉം സൈസിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. ഇനി ക്വസ്റ്റ്യൻ 10ലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മെൻ്റലീസ് പീരിയോഡിക് ടേബിൾ. ഇത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഉത്തരം എഴുതുക. ഇത് നിങ്ങൾക്ക് വിട്ടുതരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതോടുകൂടി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 3 ടോപ്പിക് കൂടി ഞാൻ ലിസ്റ്റ് ചെയ്യാം. 100ൽ കൂടുതൽ ആറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ IUPAC നെയിമിംഗ്, പിന്നെ ഡോബറീനിയസ് ട്രയാഡ്സിനെ കുറിച്ചിട്ടൊരു സെൻറ്റൻസ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് വെക്ടേഴ്സിനെ കുറിച്ചിട്ടൊരു സെൻറ്റൻസ്. ദാറ്റ് മീൻസ് ദെയർ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. ഇത്രയും പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷനും ഏകദേശം കവറായി. താങ്ക് യു വെരി മച്ച്.